ബാബുജിയുടെ വക കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചതാ. താങ്ക് യു അങ്കിൾ. ചെലവുണ്ട് കേട്ടോ. ഷുവർ, ചെയ്തിരിക്കും. അത്രയ്ക്ക് സന്തോഷമുണ്ടേ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ 1 വർഷമാവുന്നു. ഒരു കുഞ്ഞു വേണമെന്ന് അടുത്ത സമയത്തായിരുന്നു വല്ലാത്ത ആഗ്രഹം വന്നത്. അമ്മ എന്നെ ഒരുപാട് ലാളിച്ച വളർത്തിയത്. മുത്തശ്ശൻ ആള് സ്ട്രിക്റ്റ് ആണെങ്കിലും എന്നോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണല്ലോ ഞാൻ. മുത്തശ്ശൻ എന്നിലൂടെ ആയിരുന്നു മരിച്ചുപോയ മകനെ കണ്ടുകൊണ്ടിരുന്നത്. എന്റെ ഷാട്ടിങ്ങൾക്കെല്ലാം വഴങ്ങിയിട്ടുമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എനിക്കൊരാളെ മിസ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനെ. ആ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 1 വയസ്സാവുന്നതിന് മുമ്പ് മരിച്ചു പോയതാ എന്റെ അച്ഛൻ. ആ തോളിക്കിടന്ന് ഒന്നുറങ്ങാൻ, ആ കയ്യിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കാൻ. അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്ന പുത്തൻ ഉടുപ്പിടാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. അത് കിട്ടാത്തതിന്റെ പേരിൽ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ മറ്റു കുട്ടികളെ അവരുടെ അച്ഛന്മാർ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോ എനിക്കില്ലാത്ത അച്ഛനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ. പക്ഷേ ഉള്ളിലെ വിഷമം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയോട് പോലും. അതിന് കാരണമുണ്ട്. എന്നെപ്പോലെ, അല്ലെങ്കിൽ എന്നെക്കാളും അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് അമ്മയെന്ന് എനിക്കറിയാം. അച്ഛനില്ലാത്തത് ഒരു വലിയ നഷ്ടമാണ്, അല്ലേ അങ്കിൾ? എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നതോടെ വീട്ടിലെ അന്തരീക്ഷത്തിന് ശരിക്കും മാറ്റം വരും. അത് കാണാൻ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. സാരമില്ല, അച്ഛന്റെ ആത്മാവ് എല്ലാം കണ്ട് സന്തോഷിക്കുമല്ലോ. ഞാനേ ഒന്ന് മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയതാ. അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഞാൻ പിന്നെ വന്നോളാം. ശരി. നിഖിൽ എവിടെ പോയതാ? കാണുന്നില്ലല്ലോ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ലമ്മ. വല്ല അത്യാവശ്യത്തിനും പോയതായിരിക്കും. അമ്മേ, വാതിൽ തുറക്ക്. അമ്മേ, അമ്മേ, വാതിലും തുറക്കമ്മേ. ഇവിടെ നിന്ന് വാതിൽ തുറന്ന് വന്നാ പോരെ? അമ്മയൊന്ന് പെട്ടെന്ന് വാ. അമ്മേ, ഒന്ന് മറിയ. ഓ, അയ്യോ നിഖിൽ,
ഡാ ഇതെന്തൊക്കെയാ? നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? മാർക്കറ്റിൽ. ഇതെന്താ നീലേ? ക്ലാരാൻഡി പറഞ്ഞത് എല്ലാരും കേട്ടതല്ലേ? നിളയ്ക്ക് പൊടിയരിക്കഞ്ഞിയും കണ്ണിമങ്ങാച്ചാറും നല്ലതാണെന്ന്. അതിന് ഹ, ദാ, 10 കിലോ പൊടിയരിയും അരച്ചാക്ക് പച്ചമാങ്ങയും. ഇത് പോരെങ്കിൽ പറഞ്ഞാ മതി, ഇനിയും വാങ്ങിക്കാം. എങ്ങനെ അരച്ചാക്ക് പച്ചമാങ്ങ, 10 കിലോ പൊടിയരി. മീരേ, ഇവന്റെ ഒരു കാര്യം. എന്താ നിളയ്ക്ക് ഗർഭോ? ആര് പറഞ്ഞു തന്നോട് ഈ കള്ളത്തരം? കള്ളമല്ല, അതിന് ഉത്തരവാദിയായ ആള് തന്നെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതാര്? നിഖിൽ. നിളയ്ക്ക് കഴിക്കാൻ അരച്ചാക്ക് പച്ചമാങ്ങ വാങ്ങിച്ചോണ്ടാ നിഖിൽ വന്നത്. പിന്നെ 10 കിലോ പൊടിയരിയും. അത് ലിഫ്റ്റിൽ കയറ്റി വെച്ചു കൊടുത്തത് ഈ ഞാനാ. അപ്പോഴാ പറഞ്ഞത് ഭാര്യ ഗർഭിണിയാണെന്ന്. ചെലവ് ചെയ്യാന്ന് നിഖിൽ ഏറ്റിട്ടുണ്ട്. അപ്പൊ അതും സംഭവിച്ചു. അതുമാത്രമല്ല, അരുതാത്തത് പലതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മീര ചേച്ചിയുടെ കല്യാണം നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ കല്യാണം ഗംഭീരമായി നടന്നു. അതിനിടയില് എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ ഞാൻ വക്കച്ചനെ വിട്ടായിരുന്നു. എന്നിട്ട് വക്കച്ചൻ ചെന്ന് കല്യാണം സെറ്റപ്പാക്കാൻ അങ്ങ് കൂടി. അരവിന്ദരാജെ ഒതുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ തയ്യാറാക്കി. പകരം അയാളെ എന്നെ ഒതുക്കി. ഇപ്പോഴിതാ നിളയ്ക്ക് വിശേഷമായിരിക്കുന്നു. ഓരോ സംഭവവും എനിക്കുള്ള തിരിച്ചടികളാ. വക്കച്ചൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തോറ്റു കൊടുക്കരുത് മാഡം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ശത്രുക്കളെ തോൽപ്പിക്കണം എനിക്ക്. നിളയുടെ കുഞ്ഞ് ഈ ഫ്ലാറ്റിൽ ഓടിച്ചാടി നടക്കരുത്. ഇല്ല, അത് ഞാൻ അനുവദിക്കില്ല. എനിക്കത് കാണാൻ പോയിട്ട് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യും ഞാൻ? ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നിളയുടെ ഗർഭം 9 മാസം എത്താൻ പാടില്ല. അതില്ലാതാക്കണം. വല്ല മരുന്ന് കലക്കി കൊടുത്തിട്ടായാലും, ആഭിചാര കർമ്മം ചെയ്തിട്ടായാലും, നിളയെ അപകടപ്പെടുത്തിയിട്ടായാലും ആ ഗർഭം അലസി പോകണം. അതിനുവേണ്ടി ഞാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. സകല ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്താം. വക്കച്ച, ഞാൻ പ്രതിജ്ഞ എടുക്കാൻ പോവാ. നിളയുടെ കൊച്ച് ഗർഭത്തി വെച്ച് ഇല്ലാതായാൽ ഈ നിൽക്കുന്ന വക്കച്ചനെ പെൺവേഷം കെട്ടിച്ച് കൊറ്റംകുളങ്ങര അമ്പലത്തില് വിളക്കടുപ്പിക്കും ഞാൻ. ഇത് സത്യം, സത്യം, സത്യം. നിനക്ക് എന്ത് തോന്നുന്നില്ല? നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അതല്ല, അരവിന്ദ് സാറിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് എന്ത് തോന്നാൻ? അടുത്ത സമയത്ത് ഈ വീട്ടിലുണ്ടായ ഏറ്റവും വലിയ വിശേഷമാണ് നിന്റെ പ്രഗ്നൻസി. എല്ലാരും ത്രില്ലിലാണ്.
ഒരാൾക്ക് മാത്രം അത്ര വലിയ ചലനമൊന്നുമില്ല. അരവിന്ദ് സാറിന് കാര്യമായി ഒന്ന് അഭിനന്ദിച്ചതുപോലുമില്ല. ഹാഷ് ബൂഷ് ഇംഗ്ലീഷും ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ള ആളല്ലേ. പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ ഈ തണുപ്പൻ മട്ടിന്റെ കാരണം ഞാൻ കണ്ടെത്തി. എന്താ കാരണം? അസൂയ. അസൂയ? അതെ, നമ്മുടെ കല്യാണമാണ് ഫസ്റ്റ് നടന്നത്. ഇത്ര നാളായിട്ടും കുട്ടികളില്ലായിരുന്നു. എന്നാ ഇന്ന് നില പ്രഗ്നന്റ് ആണ്. എന്നുവെച്ചാ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയെ മുത്തശ്ശന് സമ്മാനിക്കാനിരിക്കുന്നത് നിളയാണ്. അതിന്റെ അസൂയ അരവിന്ദ് സാറിന്. ഞാൻ ആളിനെ ഓവർടേക്ക് ചെയ്തില്ലേ? നീ എഴുതാപ്പുറം എന്തിനാ ഇങ്ങനെ വായിക്കുന്നത്? നിഖിൽ അച്ഛനാവുന്നു, താൻ അച്ഛനാവുന്നില്ല. അതിന്റെ പേരിൽ പരിഭവം കാണിക്കുന്ന ആളല്ല അരവിന്ദ് സാറ്. കാര്യത്തോടടുക്കുമ്പോഴാ പലരുടെയും തനി നിറം വ്യക്തമാവുന്നത്. നിഖിൽ എന്ത് പറഞ്ഞാലും അങ്ങനെയൊന്നും ചീപ്പായി ചിന്തിക്കുന്ന ആളല്ല അരവിന്ദ് സാറ്. അതിനപ്പുറമുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. നീ ഇപ്പൊ ചിന്തിച്ചതേ പൈങ്കിളി ലെവലില്ല. നില, ആമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. നിഖിലിനെയും കൂടി ഒന്ന് വിളിച്ചേക്കണേ. രണ്ടുപേരും വാ. ഞാനല്ല വിളിച്ചത്. ഞാനും അല്ല വിളിച്ചത്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ എല്ലാരും കാത്തിരുന്ന ആ വാർത്ത ഇന്ന് കേൾക്കാനിടയായി. എത്രയോ നാളുകൾക്ക്, വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരികയാണ്. ആ നല്ല വാർത്ത കേൾക്കാൻ അവസരമുണ്ടാക്കിയ നിഖിലിനും നിളയ്ക്കും മൈ ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസ്. ഇത് എന്റെയും മീരയുടെയും വക ഒരു സ്നേഹ സമ്മാനം. മീര, അങ്ങ് കൊടുത്താ മതി. രണ്ടുപേരും തുല്യ ഉത്തരവാദികളാണ്. അതുകൊണ്ട് നിഖിലും നീളയും ചേർന്ന് വാങ്ങണം. അല്ലാതെ പിന്നെ വാങ്ങിക്കുമോളെ. രണ്ടുപേരും ചേർന്ന് ഏറ്റുവാങ്ങുകയല്ലേ? സമ്മാനം കൊടുക്കുന്നതും രണ്ടുപേരും ചേർന്നാവട്ടെ. വാ. താങ്ക് യു. നീയല്ലേ പറഞ്ഞത് സാറിന് അസൂയാന്ന്? ഇപ്പൊ കണ്ടില്ലേ, തന്തപ്പടിയാവാൻ പോവാ. നല്ല വിവരമില്ല. ഒരു വാർത്ത കൂടിയുണ്ട്. ഇന്നത്തെ അത്താഴം ഒരാളിന്റെ വകയാ. ചീഫ് ഷെഫ് ഞാനാണെന്നേ ഉള്ളൂ. പാചക പരിപാടികൾ മീര ഏറ്റെടുക്കും. ആർക്കും സഹകരിക്കാം, വിജയിപ്പിക്കാം. അതെ, സലാഡും പപ്പടവും എന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അതിലാരും കൈകടത്തരുത്. നിളയ്ക്ക് എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. ഇപ്പോ അതിന്റെ സമയമാണല്ലോ. നിളയുടെ മുഖത്ത് നാണം വന്നു. ഞാൻ പോവാ. കെയർഫുൾ ആയിട്ടാ നീ നെയിൽ പോളിഷ് ഇട്ട് തരുന്നേ. ഇനിയുള്ള സമയങ്ങളിൽ അത്രയ്ക്ക് ശ്രദ്ധയും പരിചരണവും വേണ്ടേ? നിന്റെ പറച്ചില് കേട്ടാ തോന്നും നഖത്തിന്മേലാണ് ഗർഭമെന്ന്. ഒരു പരിചരണക്കാരൻ. ആ, എന്താ ഗ്ലാമർ! അതാ ആൺപിള്ളേരുടെ കഴിവ്. എപ്പോഴാ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങുന്നത്? ചവിട്ടും തൊഴിയോ? എവിടെ? കുഞ്ഞ് വയറിനുള്ളിൽ കിടന്ന് ചവിട്ടൂന്ന് പറയാറുണ്ടല്ലോ. അതൊക്കെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിക്കലേ.
നമ്മൾ ഡോക്ടറെ പോലും കണ്ടിട്ടില്ല. അതിനു മുമ്പ് ചവിട്ട്. ക്ഷമിക്കടി, എന്റെ ആദ്യത്തെ ഗർഭമല്ലേ, ഓ കാര്യങ്ങൾ അറിയാനിട്ടാ. ഓ ഇതിപ്പോ എന്റെ 7ാമത്തെ പ്രസവമാണല്ലോ. അതെ, നീ പഴയതുപോലെ തുള്ളിച്ചാടുവൊന്നും ചെയ്യരുത്. സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോ വളരെ സൂക്ഷിക്കണം. അതുപോലെ ഫുഡ്, ഫ്രൈ ചെയ്തത്, ബേക്കറി ഐറ്റംസ്, മധുരം ഒക്കെ കഴിയുന്നത് ഒഴിവാക്കണം. ശ്വാസം വിടാമോ ഡോക്ടർ? എടാ, നീ ഇങ്ങനെ ഗർഭപരിചരണത്തിന്റെ പുസ്തകം തുറക്കാതെ. ഈ ഗർഭം എന്ന് പറയുന്നതേ ഒരു രോഗമല്ല. അതെങ്കിലും ഒന്ന് ഓർക്ക്. കെയറൊക്കെ വേണം എന്ന് കരുതി ഓവർ കെയറിങ്ങിന്റെ ആവശ്യമില്ല. നിനക്കത് പറയാം. എനിക്ക് ടെൻഷനുണ്ട്. ഈ കണക്കിന് പ്രസവം കഴിഞ്ഞാ കുഞ്ഞിന് നീ സമാധാനം കൊടുക്കില്ലല്ലോ. അങ്ങോട്ട് നോക്കി ചിരിക്കരുത്, അങ്ങനെ കിടക്കരുത്, ഇങ്ങനെ ചിരിക്കരുത്. എല്ലാത്തിനും നിയന്ത്രണമായിരിക്കും. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു ജ്യോതിഷ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പ്രഗ്നന്റ് ആയ സ്ത്രീകൾ വടക്ക് ദിശയിലേക്ക് തലവെച്ച് കിടന്ന് ഉറങ്ങരുതെന്ന്. കിഴക്കോട്ട് തലവെച്ച ഏറ്റവും ഉത്തമം. സയന്റിഫിക്കായി പറയുന്നതാണ്. ഈ ശരീരത്തിന് ഏറ്റവും സേഫായ ഒരു കാര്യം ഞാൻ പറയാം. കാൽ എങ്ങോട്ടാണോ വെക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തലവെച്ച് കിടക്കുന്നതാണ് ജീവന് നല്ലത്. നിളെ, ഉദാസീനമായി കാണേണ്ട വിഷയമല്ല. ചെക്കപ്പ്, മെഡിസിൻ ഒക്കെ കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ നെഗറ്റീവായി ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് നമ്മുടെ കുഞ്ഞിനോടായിരിക്കോ എന്നോടായിരിക്കോ ഏറ്റവും അധികം സ്നേഹം? അതിപ്പോ കുഞ്ഞിനോടായിരിക്കും കൂടുതൽ സ്നേഹം. എന്നാ അതിലും സ്നേഹം നിളയോടായിരിക്കും. സത്യം. ഇതുവരെ ഈ വീട്ടിലെ ചെല്ലക്കുട്ടി നിഖിലായിരുന്നു. പ്രായപൂർത്തിയായിട്ടും കല്യാണം കഴിഞ്ഞിട്ടും അമ്മയുടെയും മുത്തച്ഛന്റെയും പെറ്റെന്ന സ്ഥാനമായിരുന്നു നിഖിലിന്. ഈ അടുത്ത സമയത്താ അവൻ ഇത്രയും പക്വത കാണിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് മഴ എങ്ങാനും നനഞ്ഞു വന്നാ ഞാൻ തലതോർത്തി കൊടുക്കണം. ഒരു പനിയുടെ ലക്ഷണം കണ്ട കഞ്ഞി കോരി കൊടുക്കണം. അറിയാതെ വഴക്കെങ്ങാനും പറഞ്ഞു പോയാ പിന്നെ 2 ദിവസം അവനൊന്നും മിണ്ടില്ല. നമ്മള് കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയ അന്നത്തെ കാര്യം ഓർക്കുന്നില്ലേ? എന്റെ അമ്മ പോണ്ടെന്നും പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞില്ലേ അവൻ? അവനിപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ആദ്യം വിശ്വസിക്കാൻ തോന്നിയില്ല. കുറുമ്പിന്റെ കാര്യത്തിൽ നിളയൊട്ടും പിന്നിലല്ല. പിന്നെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതിതീരും മുമ്പ് വിവാഹം. ഒരു ദിവസം കൊണ്ട് ഭാര്യ എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവി. ആ സ്ഥാനത്തുനിന്ന് ഉറച്ചു വരുമ്പോഴേക്കും അമ്മയാവുന്നു. എല്ലാ ജീവിതങ്ങളും ഒരു തരത്തിൽ ആവർത്തനങ്ങളാണ്. നമ്മുടെ കാര്യം പക്ഷെ അങ്ങനെയല്ലല്ലോ. അതെ, പകുതിയോളം ദൂരം പിന്നിട്ടവർ ഒരു വഴിയമ്പലത്തിൽ വെച്ച് തമ്മിൽ കാണുന്നു. തുടർന്നുള്ള യാത്ര ഒരുമിച്ചാവണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സഫലമാകുന്നു. എനിക്കിനി എന്തായാലും കാത്തിരിപ്പിന്റെ നാളുകളാ.
നെല്ലയുടെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കാത്തിരിപ്പ്. ആ ദിവസം പെട്ടെന്ന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. എന്താ പെട്ടെന്നൊരാലോചന? മീരയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. പക്ഷേ പേരക്കുട്ടി ഉണ്ടാവാൻ പോകുന്നു. ഒരു മുത്തശ്ശിയായി തന്നെ കാണാൻ ഒരു പ്രയാസം. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ. അതേസമയം മുത്തശ്ശിക്ക് പകരം താനൊരു അമ്മയാവുമായിരുന്നെങ്കിൽ ഓക്കെ ആവുമായിരുന്നു.